2 ദിവസമായിട്ട് ഓഫായിരുന്നു. നാട്ടിലെത്തി അതിഭയങ്കരമായ ചൂടാണ്. ഞാൻ 2 ദിവസം ഇരുന്ന് നമ്മളെ കമൻറ്റ് ബോക്സുകൾ മൊത്തം വായിച്ചു. അപ്പോൾ കുറേ ആൾക്കാരുടെ പല പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം മസ്റ്റായിട്ട് എനിക്കിവിടെ പറയണമെന്ന് തോന്നി. ചീത്ത വിളിക്കുന്നതും ബാക്കി പറയുന്നതൊന്നും വിഷയമല്ല, അതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവരെ നമ്മൾ കൺസേൺ ആവുന്നില്ല, അവരൊരു സൈഡിലോട്ട് വിട്ടു. കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ശ്രീനിയേട്ടനോട് നമ്മളെ ലാലേട്ടൻ കിളിച്ചുണ്ട മാമ്പഴത്തിൽ പറഞ്ഞൊരു ഡയലോഗാണ്, നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ദുബായ് ഇല്ല. അതേപോലെയാണ് ചില ആൾക്കാർ ഇവിടുത്തെ മൈൻഡ് സെറ്റ്. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിച്ചു. എൻ്റെ കൺസേൺ ഇതാണ്, അറ്റ്ലീസ്റ്റ് നമ്മളെ കുട്ടികളെങ്കിലും, ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളെങ്കിലും നമ്മളൊന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ മക്കളെ കൂട്ടത്തിലും കാണും ഒരു PNC മേനോൻ, നമ്മുടെ മക്കളെ കൂട്ടത്തിലും കാണും ഒരു യൂസുഫ് അലി, നമ്മുടെ മക്കളെ കൂട്ടത്തിലും കാണും ഒരു അംബാനി. സോ ഒരു കാരണവശാലും നമ്മളെ കുട്ടികളെ വളർച്ചയ്ക്ക് ഒരു ബാരിയറായിട്ട് നമ്മൾ നിൽക്കരുത്. കാരണം ദുബായ് മാത്രമല്ല, ലോകം മൊത്തം വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുന്നതിനോടൊപ്പം വലിയ വലിയ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നതിന് അത് ഒരിക്കലും ഡീപ്രമോട്ട് ചെയ്യാതെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെ മക്കളും വലുതാവട്ടെ.